നമുക്കിന്നൊരു സ്വാദിഷ്ടമായൊരു കീരത്തോരൻ ഉണ്ടാക്കിയാലോ? ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്, എന്നാൽ കുക്കിംഗ് പ്രോസസ്സിൽ ചെറിയൊരു വ്യത്യാസം. 2 പച്ചമുളക്, തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്. പിന്നെ കുറച്ച് സവാള, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും ചേർക്കാം. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കാം. അരപ്പെല്ലാം നല്ല രീതിയിൽ അരച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വയ്ക്കുക. അതിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചാലേ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കാം. കടുക് നല്ല രീതിയിൽ പൊട്ടി വരുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് വേറൊന്നുമല്ല, കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരണം. കറിവേപ്പില അത്യാവശ്യം ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതൊന്ന് സോട്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്കിടുക. ഞാൻ ഈ ഒരു പ്രോസസ്സാണ് പറഞ്ഞത്, കാരണം നമ്മൾ അരപ്പിട്ട് ഇതുപോലെ ഇളക്കുമ്പോഴത്തേക്ക് അരപ്പ് നല്ല ഫ്രൈ ആയി വരും. അതിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അരപ്പ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ആ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. എന്നിട്ട് വേണം നമ്മൾ ഈ കീരയില അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അരപ്പൊന്ന് ഫ്രൈ ചെയ്തിട്ട് കീരത്തോരൻ വയ്ക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, തീ എന്ന് പറയുന്നത് വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഒരു പാത്രം വെച്ച് അടച്ചു വയ്ക്കുക. അതൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ അതിന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല വെന്ത് വരും. ഇനി നമുക്കിതൊന്ന് തോർത്തിയെടുക്കണം. തോർത്തിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വാദിഷ്ടമായ നമ്മുടെ കീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.